അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു കോസ്റ്റ്ലി കേക്ക് തന്നെയാണ് ടോഫി കേക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ടോഫി കേൾക്കാകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ടോഫിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്ത് നമുക്ക് ടോഫി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാമിൻ്റെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക. നമ്മൾ കുക്കറിലാണെങ്കിൽ അതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം അത് വെള്ളം ഫില്ല് ചെയ്യാനായിട്ട്. ഇനി അടച്ച് വെച്ചിട്ട് കറക്റ്റ് 2 വിസിൽ കൊടുക്കുക. അതിനുശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ടോഫി ചെയ്യാൻ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. അത് ഏകദേശം വേണമെങ്കിൽ ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും ചൂട് നല്ലതുപോലെ പോവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറഞ്ഞാൽ. അപ്പം 2 വിസിലിടുമ്പോൾ ഈ ഒരു കളറായിരിക്കും കിട്ടുന്നത്. കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ഒരു വിസിലും കൂടെ നമുക്ക് ഇടാം. അപ്പോൾ ഇനി ഇതിലോട്ടൊരു 1.5 ടീസ്പൂണോളം നമുക്ക് ടോഫി എടുക്കാം. അതിലോട്ട് 1/4 കപ്പ് നല്ല തിളച്ച് പാലൊഴിക്കാം. നല്ല ചൂട് വേണം പാലിൽ. അപ്പോൾ എന്തിനാണ് ഇത് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു ടോഫി മിക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ല ചൂടുള്ള പാൽ തന്നെ ഒഴിക്കുക, അല്ലെങ്കിൽ ടോഫി മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ വീട്ടിൽ ഏത് കപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിലോട്ട് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, എന്നിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് പ്രാവശ്യമൊന്നും അരിക്കേണ്ട, ഞാനിവിടെ കറക്റ്റ് 1 പ്രാവശ്യം മാത്രമേ അരിക്കുന്നുള്ളൂ. എന്നതിന് ശേഷം ഈ നമ്മൾ അരിച്ചെടുത്തില്ലേ ആ ഒരു മിക്സ് ഒന്നും കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ കാണാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെ മുട്ടയെല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. തണുപ്പില്ലാത്ത മുട്ട എടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഫസ്റ്റ് നമ്മൾ പകുതി മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മുട്ടയുടെ പച്ചമണം മാറാനായിട്ട്. ഇനി നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചും സ്പൂൺ വെച്ചിട്ടും ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബീറ്റിൽ വെച്ച് ബീറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനിയും കൂടുതലായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ചേക്കുന്നില്ല ആ മാവിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വളരെ സ്പീഡ് കൂട്ടിയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്ന് കട്ടിയായി തുടങ്ങും. അപ്പോൾ കട്ടിയായി തുടങ്ങി എന്ന് തോന്നുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള 1/4 കപ്പിൻ്റെ ബാക്കിയുണ്ടല്ലോ ആ 2 ടേബിൾ സ്പൂണും കൂടെ കാണും, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. നമുക്ക് കേക്ക് ടിന്നായിട്ട് സ്റ്റീൽ പാത്രത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിങ്ങിൻ്റെ എന്ത് ഐറ്റം വേണമെങ്കിലും നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എയർ ബബിൾസ് പോകാനായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു പാത്രം തട്ട് വെച്ച് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തട്ട് തുറന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിമിനേക്കാളും അല്പം കൂടെ മേളിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും താഴെ, അത് ഏകദേശം ഒരു 28 മിനിറ്റോളം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 28 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല OTGയിലൊക്കെ വെക്കില്ലേ, ഓവനിലൊക്കെ വെക്കുന്ന അതുപോലെ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഗനാഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം ടോഫി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ 3 ടേബിൾ സ്പൂണോളം ടോഫി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ടോഫി കേക്കിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടോഫി മിക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ തിക്കായി കിട്ടും. ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടുന്ന മിൽക്ക് സിറപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിലോട്ട് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടോഫിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പാലിന് പകരം വെള്ളത്തിലും ചെയ്തെടുക്കാം. പക്ഷേ പാലിൽ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഓരോ ലെയർ കേക്കിലും ഈ ഒരു ടോഫിയുടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത് ഏകദേശം 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ബീറ്റർ വെച്ചിട്ടും ബീറ്റർ ഇല്ലാതെയും നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്ത് പകുതി ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ടോഫിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഓപ്ഷനിലാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ആ കേക്കിനും ക്രീമിനും ഒക്കെ ടോഫിയുടെ ഫ്ലേവർ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫില്ലായിട്ടിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സ്പോഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെയാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ടോഫി കേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പില്ലാത്ത ഭാഗമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അത് 2 ലെയറായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സോഫ്റ്റായ കേക്കാണെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 ലെയർ കട്ട് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 1 ലെയറും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1 ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മിൽക്ക് നമ്മൾ ചെയ്ത് വെച്ചല്ലോ, ആ ഒരു സിറപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടോ അല്ലാതെയോ നമ്മുടെ വിപ്പിംഗ് ക്രീം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഈ ഒരു വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡിസൈനിൽ ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കേക്കിന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. മസ്റ്റായിട്ട് ആ ഒരു ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും കാണാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എസൻസ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ നമ്മുടെ ആ ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്ത് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സൈഡിലും നമ്മൾ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉണ്ടല്ലോ, സാധാരണ ATM കാർഡ് കാണുമല്ലോ, അത് വെച്ചിട്ട് പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്രാപ്പർ തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ ATM കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ATM കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് നനച്ചിട്ട് ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം നമ്മൾ ലെവൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലെവലായി കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു കേക്കിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ സൈഡിലെല്ലാം നട്ട്സ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ ഗനാഷ് വെച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ക്ലീൻ ആയിട്ട് ലെവൽ ചെയ്യേണ്ട. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഈ ഒരു കേക്ക് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ ഈ ടോഫി ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ടോഫി ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. ടോഫി ആയതുകൊണ്ട് തന്നെ അത് മേളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് താഴോട്ട് ഇറങ്ങും. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുട്ടായിയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടോഫിയുടെ മുട്ടായി കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് ഫസ്റ്റ് നമ്മൾ കടിക്കുമ്പോൾ കിട്ടും. ഇനി സൈഡ് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ ഷുഗർ ബോൾസ് എടുക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണം എന്നില്ല, വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ നട്ട്സ് വെച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കവർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്ത കേക്ക്. അപ്പോൾ ഇനി മേളിൽ ഷുഗർ ബോൾസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന റിച്ച് ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോഫി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെ ചെയ്യുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേ വിന്നേഴ്സ് ആവുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കറക്റ്റ് അഡ്രസ്സ് എനിക്ക് മെയിൽ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഡീറ്റെയിൽ എനിക്ക് സെൻഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഗിഫ്റ്റ് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഗീവ് അവേയുടെ വ്ളോഗിൽ ഞാൻ ഉപ്പ തന്ന ഗിഫ്റ്റ് ലാസ്റ്റ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്ന ആ ഒരു ബാഗ് ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ തന്ന ബാഗ്. അത് ഞാൻ ലാസ്റ്റ് എല്ലാവരും തന്ന ഗിഫ്റ്റ് കാണിച്ചപ്പോൾ ഈ ഒരു ബാഗ് കാണിക്കാൻ മിസ്സായിപ്പോയി. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഗീവ് അവേ പറഞ്ഞിരുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ ആ ഒരു ടൈറ്റിൽ എഴുതിയിട്ട് ജസ്റ്റ് സയാനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ കറിയാണ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വീഡിയോയ്ക്ക് മുന്നേ ചെയ്തതാണെന്ന് തോന്നുന്നു ടൊമാറ്റോ കറി. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കമൻറ്റ് പിക്കർ എന്നൊരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കമൻറ്റിനെ പിക്ക് ചെയ്യുന്നത്. വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു, എത്ര കമൻറ്റ്സ് ഉണ്ടെന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം 41 കമൻറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വിന്നറിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിന്നറായിട്ട് വന്നിട്ടുള്ള മല്ലു വ്ളോഗ്സ് വിത്ത് ഫുഡ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ കറക്റ്റ് പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കമൻറ്റിനാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ബീറ്ററാണ്. അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ ഓണർ ആരാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയോ മെയിൽ വഴിയോ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ കൺഗ്രാജുലേഷൻസ്. അടുത്തൊരു വിന്നറെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ റെസിപ്പീസ് ചെയ്ത് ഫോട്ടോ അയച്ചു തന്ന കുറച്ച് പേരുടെ പേര് ഞാൻ നേരത്തെ ഇട്ടതുപോലെ തന്നെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മക്കളെ കൊണ്ടാണ് സെലക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും റെസിപ്പി ചെയ്തിട്ട് ഫോട്ടോസ് ഉൾപ്പെടെ അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ സൈറുവിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈറു സെലക്ട് ചെയ്ത് അപ്പൂൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻസ്റ്റഗ്രാം വഴി ആരാണ് വിന്നർ ആയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ വിന്നർ ഏഞ്ചൽ ആൻഡ് ആൻ ആണ്. അപ്പോൾ സയാൻ പിടിച്ചപ്പോൾ തല തിരിഞ്ഞു പോയി നമ്മുടെ ലോട്ട്. അപ്പോൾ ഞാൻ നേരെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏഞ്ചൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഏഞ്ചൽ. അപ്പോൾ ഇനി യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വിന്നറിനെയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് അപ്പു ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ് ആ ഒരു ഇലക്ട്രിക് ബീറ്റർ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിന്നേഴ്സായി വരുന്ന 3 പേരും കറക്റ്റായിട്ട് എനിക്ക് മെയിൽ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഡീറ്റെയിൽ മസ്റ്റായിട്ട് അയക്കുക. ഫോൺ നമ്പറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം, കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം വന്നിട്ടുള്ള സൈറു ബർത്ത്ഡേ വ്ളോഗിലാണ്. ഓക്കെ, സൈറു ബർത്ത്ഡേ വ്ളോഗ് എന്നുള്ള വീഡിയോയുടെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ കമൻറ്റ് പിക്കർ വഴിയാണ് നമ്മൾ സാധാരണ എപ്പോഴും ഗീവ് അവേക്ക് സെലക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ആ ഒരു ലിങ്ക് നമുക്കിവിടെ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം എത്ര കമൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശം 37 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വിന്നറായി വന്നിട്ടുള്ള തുളസിയാണ്. അപ്പോൾ തുളസിയുടെ ഈ ഒരു കമൻറ്റിനാണ് നമ്മുടെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുളസി മസ്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗീവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്തിരിക്കാം. അപ്പോൾ അടുത്ത ഗീവ് അവേ എന്നാണെന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.